ഇന്ന് വ്യത്യസ്തമായ ഒരു പൊറോട്ട ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ പ്രത്യേകത ഇത് ചൂടാറിയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. കൊച്ചു കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സോഫ്റ്റ് ആൻഡ് ലെയറി പൊറോട്ട. പൊറോട്ട ഉണ്ടാക്കാനുള്ള മറ്റൊരു മെത്തേഡ് ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കൂ. ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇനി മൈദ തീരെ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്യാം. വീറ്റ് പൊറോട്ടയും നല്ല സ്വാദ് തന്നെയാണല്ലോ. ഈ മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ പലർക്കും മടിയാണ്. കാരണം അത് നല്ലപോലെ കുഴയ്ക്കണം, വീശി അടിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത കൊണ്ടാണത്. അത്രയ്ക്കൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടാണിത് കുഴച്ചിരിക്കുന്നത്. വല്ലാതെ അടിച്ച് കുഴച്ചിട്ടൊന്നുമില്ല. സോഫ്റ്റായിട്ട് തന്നെയാണ് കുഴച്ചിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം സോഫ്റ്റായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, തൊട്ട് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിനാണ് വരേണ്ടത്. ഇനി ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ ഒരല്പം ഓയിൽ ഇതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിതിൽ ഈസ്റ്റൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് പൊങ്ങി വരട്ടെ. അങ്ങനെ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുറന്നു നോക്കാം. മാവ് നേരത്തേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് മൈദ ചേർത്ത് തന്നെ കുഴയ്ക്കാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. പറ്റുമെങ്കിൽ 2 കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് മാവായതുകൊണ്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിനെ ഒരു 2 പോർഷനായിട്ട് മാറ്റുന്നുണ്ട്. ഒരു പോർഷൻ മാറ്റി വയ്ക്കാം. മറ്റേ ഭാഗം ഒന്നുകൂടി ചെറുതായിട്ട് കുഴച്ച ശേഷം ഒരു 4-5 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണെങ്കിലും പൊറോട്ട ഉണ്ടാക്കുന്നത് നല്ല സമയം കിട്ടുന്ന ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി. കാരണം എന്തായാലും ടൈം കൂടുതലെടുക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഡിന്നറിനൊക്കെ റെഡിയാക്കാനാണെങ്കിൽ ഹോളിഡേയ്സിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഓരോ പോർഷനും എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയാൽ മതി. ആവശ്യത്തിന് പൊടി കൂട്ടാം. മാക്സിമം വട്ടത്തിൽ പരത്തിയെടുക്കുക. ഒരുപാട് ഘനം കുറയ്ക്കണ്ട. ചപ്പാത്തിയുടെ അതേ ഘനത്തിൽ തന്നെ മതി. പരത്തിയ ശേഷം ഇതിൻ്റെ മുകളിൽ ഒരല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ഓയിലല്ല ഉപയോഗിക്കുന്നത്. സാധാരണ കേരള പൊറോട്ടയ്ക്കൊക്കെ ഓയിലാണല്ലോ കൂടുതൽ യൂസ് ചെയ്യുക. ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ധാരാളമായിട്ട് പൊടി തൂവി കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. സെൻറ്റർ പോർഷനിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു കോൺ പോലെ മടക്കിയെടുക്കുക. ചുറ്റിനും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ നമുക്കൊരു സിംഗിൾ കോണായിട്ട് കിട്ടും. സമയമെടുക്കുമെങ്കിലും ഇതൊക്കെ ചെയ്യാനൊരു പ്രത്യേക രസം തന്നെയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, ഒരു പൂ പോലെയുണ്ട്. ഇതൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ കോൺ ഇങ്ങനെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ഇതിലാണ് നമ്മുടെ ലെയേഴ്സൊക്കെ ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുകളിലെ അറ്റം വരെ നല്ലപോലെ ഒന്ന് പിരിച്ച ശേഷം ചുരുട്ടി വയ്ക്കുക. ഇതുപോലെ. ഇനി ഇങ്ങനെ വയ്ക്കുന്ന ഓരോ ബോളിൻ്റെ പുറത്തും ഒരല്പം ബട്ടർ സ്പ്രെഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം.
ഇനി ഇത് അധിക സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. വീണ്ടും നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇനി പരത്തുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിക്കാതെ പരത്തുക. നമ്മുടെ ലേയേഴ്സൊക്കെ വിട്ട് പോരാനുള്ളതാണല്ലോ. എന്നാലും ചപ്പാത്തിയുടെ വലുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ആവശ്യത്തിന് പൊടി കൂട്ടുകയും ചെയ്യാം. ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി കഴിഞ്ഞ ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ 10 സെക്കൻഡിലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുക്കാവുന്നത് വരെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. തീ ഒട്ടും കുറയ്ക്കണ്ട, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. നല്ലവണ്ണം പൊള്ളി കൊമളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അടിച്ചു വരുമ്പോൾ ലേയേഴ്സായിട്ട് വിട്ട് വരും. ഈ പൊറോട്ടയ്ക്ക് നമ്മുടെ കേരള പൊറോട്ടയുടെ ടേസ്റ്റ് അല്ല, ഇതിന് സത്യത്തിൽ റൂമാലി റോട്ടിയുടെ ടേസ്റ്റാണ് വരുന്നത്. പക്ഷേ നല്ല ലേയേഴ്സൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഈസി ആയിട്ട് കഴിക്കാനും പറ്റും. അങ്ങനെ ഒരു 3-4 പൊറോട്ട ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഒരു 3 എണ്ണം ഞാൻ ഒരുമിച്ച് അടിക്കുകയാണ്. അപ്പോൾ ആ ലേയേഴ്സൊക്കെ ഇളകി വരും, നല്ല സോഫ്റ്റുമാണ്. പെട്ടെന്ന് നമുക്ക് കൈകൊണ്ട് കീറിയെടുക്കാനൊക്കെ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏത് പ്രായക്കാർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. തണുത്താൽ ഇതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഈ പൊറോട്ടയ്ക്ക് കറിയായിട്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഇതുപോലൊരു പൊറോട്ടയും അടിപൊളി ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി വീട്ടുകാർക്ക് വിളമ്പുന്നതിൻ്റെ സന്തോഷം മറ്റെന്തിൽ നിന്ന് കിട്ടും? അവരത് ആസ്വദിച്ച് കഴിക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമൊക്കെ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.